Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once, ഒരിക്കൽ, there was a king who had a beautiful daughter. There was, ഉണ്ടായിരുന്നു, a king, ഒരു രാജാവ്, who had, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, എ ബ്യൂട്ടിഫുൾ ഡോട്ടർ, ഒരു സുന്ദരിയായ മകൾ. പണ്ടൊരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു. ഇൻ ദ നിയർ ബൈ ഫോറസ്റ്റ്, അടുത്തുള്ള ഒരു വനത്തിൽ, നിയർ ബൈ എന്നാൽ അടുത്തുള്ള ഒരു കാട്ടിൽ, ദർ ലിവ്ഡ് എ ജയൻറ്റ്. ദർ ലിവ്ഡ്, ആ കാട്ടിൽ ജീവിച്ചിരുന്നു, എ ജയൻറ്റ്. ജയൻറ്റ് എന്നാൽ രാക്ഷസൻ എന്നാണ് അർത്ഥം, ഒരു രാക്ഷസൻ ജീവിച്ചിരുന്നു. ദ ജയൻറ്റ് ലവ്ഡ് ദ പ്രിൻസസ്. ദ ജയൻറ്റ്, ആ രാക്ഷസൻ, ലവ്ഡ്, സ്നേഹിച്ചിരുന്നു, ദ പ്രിൻസസ്. പ്രിൻസസ് എന്നാൽ രാജകുമാരി. രാജകുമാരിയെ ആ രാക്ഷസൻ സ്നേഹിച്ചിരുന്നു. ബട്ട് ഹി കുഡ് നെവർ കം ക്ലോസ് ടു ദ പ്രിൻസസ്. ബട്ട്, പക്ഷേ, ഹി കുഡ് നെവർ, അവന് ഒരിക്കലും വരാൻ സാധിച്ചിരുന്നില്ല. ക്ലോസ് എന്നാൽ അടുത്തേക്ക്, ടു ദ പ്രിൻസസ്, രാജകുമാരിയുടെ അടുത്തേക്ക് പക്ഷേ അവന് ഒരിക്കലും വരാൻ സാധിച്ചിരുന്നില്ല. ബിക്കോസ് ഷീ ഓൾവേസ് വോർ എൻ അമുലെറ്റ് ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെർ ഫ്രം ഈവിൾ. ബിക്കോസ്, കാരണം, ആ രാക്ഷസന് രാജകുമാരിയുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ കാരണം, ഷീ ഓൾവേസ് വോർ, അവൾ എപ്പോഴും ധരിച്ചിരുന്നു. വെയർ എന്നാൽ ധരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വോർ. ഷീ ഓൾവേസ് വോർ, അവൾ എപ്പോഴും ധരിച്ചിരുന്നു. എൻ അമ്യുലെറ്റ്, അമ്യുലെറ്റ് എന്നാൽ അർത്ഥം രക്ഷാകവചം, മന്ത്രത്തകിട്, ഇതൊക്കെയാണ് അർത്ഥം. അവൾ എപ്പോഴും ഒരു മന്ത്രത്തകിട് ധരിച്ചിരുന്നു. ദാറ്റ്, അത്, പ്രൊട്ടക്റ്റഡ് ഫ്രം ഈവിൾ, പ്രൊട്ടക്റ്റഡ്, അവളെ സംരക്ഷിച്ചിരുന്നു, അവളെ, ഫ്രം ഈവിൾ. ഈവിൾ എന്നാൽ ദുശക്തി, അത് അവളെ എപ്പോഴും ആപത്തിൽ നിന്നും അവളെ സംരക്ഷിച്ചിരുന്നു. ഡിസ്പൈറ്റ് ദിസ്, ഇത് ഉണ്ടായിട്ടും, ആ മന്ത്രത്തകിട് ഉണ്ടായിട്ടും, ദ ജയൻറ്റ് ഓഫൺ അപ്പിയേർഡ് ആൻഡ് എംബാരസ്ഡ് ഹെർ. ദ ജയൻറ്റ്, ആ രാക്ഷസൻ, ഓഫൺ, പലപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടെ, എല്ലായ്പ്പോഴും, ഇതൊക്കെയാണ് അർത്ഥം. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടിരുന്നു, ആൻഡ് എംബാരസ്ഡ് ഹെർ. എംബാരസ് എന്നാൽ അർത്ഥം ശല്യപ്പെടുത്തുക, അമ്പരിപ്പിക്കുക. ഇവിടെ അർത്ഥം ശല്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. ആ രാക്ഷസൻ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട് അവളെ ശല്യപ്പെടുത്തിയിരുന്നു. ദ പ്രിൻസസ് വാസ് ഫെഡ് അപ്പ് വിത്ത് ദിസ്. ദ പ്രിൻസസ്, രാജകുമാരി, വാസ് ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഫെഡ് അപ്പ് വിത്ത് എന്നാൽ അരോചകമായി തോന്നുക, മടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അത് എന്താണ്, ഈ രാക്ഷസൻ ശല്യപ്പെടുത്തിയത് കാരണം അവൾക്ക് അരോചകമായി തോന്നിയിരുന്നു, അരോചകം അനുഭവപ്പെട്ടു. വൺ ഡേ, ഒരു ദിവസം, ദ ജയൻറ്റ് വാസ് ഹൈഡിങ് ബിഹൈൻഡ് ദ കേർട്ടൻസ് ഓഫ് ദ പ്രിൻസസ് റൂം. ദ ജയൻറ്റ്, രാക്ഷസൻ, വാസ് ഹൈഡിങ്, ഒളിച്ചിരിക്കുകയായിരുന്നു, ബിഹൈൻഡ്, ബിഹൈൻഡ് എന്നാൽ പിറകിൽ, ബിഹൈൻഡ് ദ കേർട്ടൻസ്, എന്താണ്, കർട്ടനുകൾക്ക് പിറകിലായിട്ട് ഒരു ദിവസം ആ രാക്ഷസൻ ഒളിച്ചിരിക്കുകയായിരുന്നു. കർട്ടൻസ് ഓഫ് ദ പ്രിൻസസ് റൂം, രാജകുമാരിയുടെ റൂമിൻ്റെ കർട്ടൻസുകൾ, അതിൻ്റെ പിറകിലായിട്ട് ഈ രാക്ഷസൻ ഒളിച്ചിരിക്കുകയായിരുന്നു. വെൻ ഹീ ഹേർഡ് ദ പ്രിൻസസ് ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്സ്. വെൻ, ആ സമയത്ത്, ഹീ ഹേർഡ്, അവൻ കേട്ടു, ആ രാക്ഷസൻ കേട്ട, ദ പ്രിൻസസ് ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്സ്, ആ രാജകുമാരി അവളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതായിട്ട് ആ സമയത്ത് അവൻ കേട്ടു. ഷീ വാസ് സേയിങ്, അവൾ പറയുകയായിരുന്നു, എ വെരി പവർഫുൾ ജയൻറ്റ് കീപ്സ് പെസ്റ്ററിങ് മീ. പെസ്റ്റർ എന്നാൽ അർത്ഥം ഉപദ്രവിക്കുക എന്നാണ് അർത്ഥം. എ വെരി പവർഫുൾ ജയൻറ്റ്, വളരെ ശക്തനായ ഒരു രാക്ഷസൻ, കീപ് പെസ്റ്ററിങ് മീ. കീപ് പെസ്റ്റർ എന്നാൽ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, എന്നെ ഒരു ശക്തനായ ഒരു രാക്ഷസൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവളുടെ സുഹൃത്തുക്കളോട് പറയുന്നതായിട്ട് ആ രാക്ഷസൻ കേട്ടു. പ്ലീസ് സജസ്റ്റ് സം വേ ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഹിം. പ്ലീസ് സജസ്റ്റ്, ദയവായി നിർദ്ദേശിക്കുക, സം വേ, എന്തെങ്കിലും മാർഗം, ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഹിം,
ഗെറ്റ് റീഡ് ഓഫ് എന്നാൽ അർത്ഥം ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അവനെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ദയവായി നിർദ്ദേശിക്കൂ. ഓൺ ഹിയറിംഗ് എബൌട്ട് എ പവർഫുൾ ജയൻറ്റ് ദ ജയൻറ്റ് തോട്ട്. ഓൺ ഹിയറിംഗ് കേട്ട് എബൌട്ട് എ പവർഫുൾ ജയൻറ്റ് ഒരു ശക്തനായ രാക്ഷസനെ കുറിച്ച് കേട്ട് ദ ജയൻറ്റ് തോട്ട് ആ രാക്ഷസൻ ഒളിച്ചിരിക്കുന്ന ആ രാക്ഷസൻ തോട്ട് കരുതി ദാറ്റ് ദിസ് മസ്റ്റ് ബി സം അതർ ജയൻറ്റ്. ദിസ് മസ്റ്റ് ബി എന്നാൽ ആയേക്കും സം അതർ ജയൻറ്റ് ഇത് മറ്റേതെങ്കിലും ഒരു രാക്ഷസൻ ആയേക്കും. മോർ പവർഫുൾ ദാൻ മീ എന്നെക്കാട്ടിലും ശക്തനായിരിക്കും അവൻ. അത്തരത്തിലുള്ള എന്നെക്കാട്ടിലും ശക്തനായ മറ്റൊരു രാക്ഷസനായിരിക്കാം അത് എന്ന് ഈ രാക്ഷസൻ ഒളിച്ചിരിക്കുന്ന രാക്ഷസൻ വിചാരിച്ചു. ഹി വാണ്ടഡ് ടു നോ ഹൂ ദിസ് അതർ ജയൻറ്റ് വാസ്. ഹി വാണ്ടഡ് ടു നോ അവന് അറിയണമായിരുന്നു ഹൂ ദിസ് അതർ ജയൻറ്റ് വാസ് ഈ മറ്റേ രാക്ഷസൻ ആരാണ് എന്ന് അവന് അറിയണമായിരുന്നു. ടു ഫൈൻഡ് ഔട്ട് മോർ എബൌട്ട് ദ പവർഫുൾ ജയൻറ്റ്. ടു ഫൈൻഡ് ഔട്ട് കണ്ടെത്താൻ വേണ്ടി മോർ എബൌട്ട് ദ പവർഫുൾ ജയൻറ്റ് ഈ ശക്തനായ രാക്ഷസനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഹി ട്രാൻസ്ഫോംഡ് ഹിംസെൽഫ് ഇൻ ടു എ ഹോഴ്സ്. ഹി ട്രാൻസ്ഫോം എന്നാൽ വേഷം മാറുക. ഹി ട്രാൻസ്ഫോംഡ് അവൻ വേഷം മാറി ഹിംസെൽഫ് അവൻ സ്വയം തന്നെ വേഷം മാറി ഇൻ ടു എ ഹോഴ്സ് അവൻ ഒരു കുതിരയായിട്ട് അവൻ വേഷം മാറി. ആൻഡ് സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ ദ പാലസ് സ്റ്റേബിൾസ് വിത്ത് ദ അതർ ഹോഴ്സസ്. ആൻഡ് സ്റ്റാർട്ടഡ് അവൻ വേഷം മാറി ആരംഭിച്ചു ലിവിങ് താമസിക്കാൻ ഇൻ ദ പാലസ് സ്റ്റേബിൾസ്. സ്റ്റേബിൾ എന്നാൽ കുതിരാലയം എന്നാണ് അർത്ഥം. ആ രാജകൊട്ടാരത്തിലെ കുതിരാലയങ്ങളിൽ അവൻ ജീവിക്കാൻ ആരംഭിച്ചു. വിത്ത് ദ അതർ ഹോഴ്സസ് മറ്റുള്ള കുതിരകളുടെ കൂടെ ആ രാജകൊട്ടാരത്തിലെ കുതിരാലയങ്ങളിൽ അവൻ ജീവിക്കാൻ ആരംഭിച്ചു. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി എ തീഫ് എൻറ്റേർഡ് ദ സ്റ്റേബിൾ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റീലിംഗ് എ ഹോഴ്സ്. ഒരു ദിവസം രാത്രി എ തീഫ് ഒരു കള്ളൻ എൻറ്റേർഡ് പ്രവേശിച്ചു ദ സ്റ്റേബിൾ കുതിരാലയത്തിലേക്ക് പ്രവേശിച്ചു. വിത്ത് ദ ഇൻറ്റൻഷൻ എന്ന ഉദ്ദേശം വിത്ത് ദ ഇൻറ്റൻഷൻ ഉദ്ദേശത്തോടെ ഓഫ് സ്റ്റീലിംഗ് എ ഹോഴ്സ് ഒരു സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക ഒരു കുതിരയെ മോഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു ദിവസം ഒരു കള്ളൻ ആ കുതിരാലയത്തിലേക്ക് പ്രവേശിച്ചു. ഹി ലുക്ക്ഡ് അറ്റ് ഓൾ ഹോഴ്സസ് ആൻഡ് തോട്ട് ദാറ്റ് ദ ജയൻറ്റ് ഹോഴ്സ് വാസ് ദ ഫൈനസ്റ്റ്. ഹി ലുക്ക്ഡ് അവൻ നോക്കി അറ്റ് ഓൾ ദ ഹോഴ്സസ് എല്ലാ കുതിരകളിലേക്കും അവൻ നോക്കി എല്ലാ കുതിരകളെയും ആ കള്ളൻ നോക്കി. ആൻഡ് തോട്ട് അവൻ വിചാരിച്ചു ചിന്തിച്ചു ഇതൊക്കെയാണ് അർത്ഥം. ദ ജയൻറ്റ് ഹോഴ്സ് വലിയ കുതിര വാസ് ദ ഫൈനസ്റ്റ് എന്നാൽ അർത്ഥം മഹത്തരമായ ഉത്കൃഷ്ടമായ ഇതൊക്കെയാണ് അർത്ഥം. ആ കള്ളൻ കരുതി ആ വലിയ കുതിരയാണ് ഏറ്റവും മഹത്തരമായത്. സോ അങ്ങനെ ആയതിനാൽ ആ വലിയ കുതിരയാണ് ഏറ്റവും മഹത്തരമായതെന്ന് കരുതി. അങ്ങനെ ഹി മൗണ്ട് എന്നാൽ അർത്ഥം പുറത്ത് കയറിയ ഇതൊക്കെയാണ് അർത്ഥം. മൗണ്ട് എന്നാൽ പുറത്തു കയറുക. ഹി മൗണ്ടഡ് അദ്ദേഹം ആ കള്ളൻ പുറത്തു കയറി അവൻ്റെ ആ വലിയ കുതിരയുടെ പുറത്ത് കയറി. ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് അവേ എന്നിട്ട് ഓടിക്കാൻ ആരംഭിച്ചു. ആ കുതിരയെ ഓടിച്ചു പോകാൻ ആരംഭിച്ചു. ദ ജയൻറ്റ് ആ രാക്ഷസൻ ആ കുതിരയായിട്ട് വേഷം മാറിയിട്ടുള്ള രാക്ഷസൻ തോട്ട് കരുതി. ഹവർ എന്നാൽ എങ്കിലും ഇതൊക്കെയാണ് അർത്ഥം. തോട്ട് കരുതി ദാറ്റ് ദിസ് മാൻ മസ്റ്റ് ബി ദ അതർ ഈ മനുഷ്യനായിരിക്കും ഈ കള്ളനായിരിക്കും ആ മറ്റേ രാക്ഷസൻ. പവർഫുൾ ജയൻറ്റ് ആ ശക്തനായിട്ടുള്ള രാക്ഷസൻ ഒരു പക്ഷേ ഈ കള്ളനായിരിക്കാം. ഹി ഗോട്ട് സ്കയേർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് വൈഡ്ലി. ഹി ഗോട്ട് സ്കയേർഡ് അവൻ ആ കുതിര ആ രാക്ഷസൻ ഗോട്ട് സ്കയേർഡ് ഭയപ്പെട്ടു. ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് വൈഡ്ലി എന്നാൽ പരക്കെ വിശാലമായി ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റാർട്ടഡ് റണ്ണിങ് ഓടാൻ ആരംഭിച്ചു. വൈഡ്ലി പരക്കെ ആകമാനം ആ കുതിര ഭയപ്പെട്ട് ഓടാൻ ആരംഭിച്ചു. ദ തീഫ് വിപ്ഡ് ഹിം
വിപ്പ് എന്നാൽ അർത്ഥം അടിക്കുക എന്നാണ് അർത്ഥം. ദ തീഫ് വിപ്ഡ് ഹിം. ആ കള്ളൻ അവനെ അടിച്ചു, ആ കുതിരയെ അടിച്ചു. ആ കുതിര ആരാണ്? രാക്ഷസനാണ്. അവനെ അടിച്ചു. ആൻഡ് ഹീ റാൻ ഈവൻ ഫാസ്റ്റർ ഇൻ ഫിയർ. ആൻഡ് ഹീ റാൻ അവൻ ഓടി, ആ കുതിര ഓടി, ഈവൻ ഫാസ്റ്റർ ഇൻ ഫിയർ. ഇൻ ഫിയർ എന്നാൽ ഭയം കൊണ്ട് വളരെ അധികം വേഗത്തിൽ അവൻ ഓടി. വെൻ ദ തീഫ് പുൾഡ് ദ റെയിൻസ് ടു സ്റ്റോപ്പ് ദ ഹോഴ്സ് ദ ജയൻറ്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ തീഫ് പുൾഡ് ദ റെയിൻസ്. റെയിൻ എന്നാൽ അർത്ഥം മൂക്കുകയർ എന്നാണ് അർത്ഥം. വെൻ ദ തീഫ് പുൾഡ് ദ റെയിൻസ്. ആ മൂക്കുകയറുകൾ ആ കള്ളൻ വലിച്ച സമയത്ത് എന്തിന്? ടു സ്റ്റോപ്പ് ദ ഹോഴ്സ്. ആ കുതിരയെ നിർത്താൻ വേണ്ടിയിട്ട് ആ കള്ളൻ ആ മൂക്കുകയറുകൾ വലിച്ച സമയത്ത് ദ ജയൻ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. ആ രാക്ഷസനായിട്ടുള്ള കുതിര ഡിഡ് നോട്ട് സ്റ്റോപ്പ് നിന്നില്ല. അവൻ്റെ ഓട്ടം നിർത്തിയില്ല, ഓടിക്കൊണ്ടേയിരുന്നു. ഹി വാസ് സോ സ്കെയേർഡ് ദാറ്റ് ഹി കെപ്റ്റ് ഓൺ റണ്ണിങ്. ഹി വാസ് സോ സ്കെയേർഡ്. അവൻ നന്നായി ഭയപ്പെട്ടു, വളരെയധികം ഭയപ്പെട്ടു. ദാറ്റ് ഹി കെപ്റ്റ് ഓൺ റണ്ണിങ്. അവൻ ഭയപ്പെട്ട് കെപ്റ്റ് ഓൺ റണ്ണിങ് ഓടിക്കൊണ്ടേയിരുന്നു. ആ രാക്ഷസനായിട്ടുള്ള കുതിര ഭയപ്പെട്ടു, അങ്ങനെ അവൻ ഓടിക്കൊണ്ടേയിരുന്നു. ഫൈനലി അവസാനം. ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് ഓഫ് ദ ഹോഴ്സ് ബാക്ക്. ഇൻ ആൻ അറ്റംപ്റ്റ് ഒരു ശ്രമത്തിൽ. അറ്റംപ്റ്റ് എന്നാൽ ശ്രമം. ടു ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് എന്നാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. ടു ഗെറ്റ് ഓഫ് ദ ഹോഴ്സ് ബാക്ക്. ആ കുതിരയുടെ പുറത്തു നിന്നും കയറാനുള്ള അവസാനം ഒരു ശ്രമം നടത്തിയ ശ്രമത്തിൽ ദ തീഫ് കോട്ട് ഹോൾഡ് ഓഫ് എ ബനിയൻ ട്രീസ് ബ്രാഞ്ച് എബോ ആൻഡ് ക്ലങ് ഓൺ ടു ഇറ്റ്. ദ തീഫ് കോട്ട് ഹോൾഡ്. ആ കള്ളൻ പിടികൂടി. ക്യാച്ച് ഹോൾഡ് ഓഫ് എന്നാൽ മുറുകെ പിടിക്കുക, പിടികൂടുക, ഇതൊക്കെയാണ് അർത്ഥം. കോട്ട് ഹോൾഡ് ഓഫ് പിടികൂടി എ ബനിയൻ ട്രീസ് ബ്രാഞ്ച് ഒരു പേരാൽ വൃക്ഷത്തിൻ്റെ ബ്രാഞ്ച് എന്നാൽ ശിഖിരം, ആ ശിഖിരത്തിൽ പിടികൂടി. എബോ അതിൻ്റെ മുകളിൽ. ആൻഡ് ക്ലങ് ഓൺ ടു ഇറ്റ് അതിൽ തൂങ്ങിപ്പിടിച്ചു. ക്ലങ് എന്നാൽ തൂങ്ങിപ്പിടിക്കുക, തൂങ്ങി നിൽക്കുക. മറ്റൊരർത്ഥം പറ്റിപ്പിടിച്ച് നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ ശിഖിരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. വൈൽ ദ ജയൻ ഹോഴ്സ്. അതേസമയം ആ രാക്ഷസനായിട്ടുള്ള കുതിര ജസ്റ്റ് കെപ്റ്റ് റണ്ണിങ് അഹെഡ്. കെപ്റ്റ് റണ്ണിങ് ഓടിക്കൊണ്ടേയിരുന്നു. അഹെഡ് എന്നാൽ മുമ്പോട്ടേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. ഓൺ ദിസ് ബനിയൻ ട്രീ ഈ പേരാൽ വൃക്ഷത്തിൽ ദർ ലിവ്ഡ് എ മങ്കി അവിടെ ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. ഹു വാസ് ദ ജയൻസ് ഫ്രണ്ട്. ആ മങ്കി ആ കുരങ്ങ് വാസ് ആയിരുന്നു ദ ജയൻസ് ഫ്രണ്ട് ആ രാക്ഷസൻ്റെ സുഹൃത്തായിരുന്നു. ആ പേരാൽ വൃക്ഷത്തിന് മുകളിൽ ഒരു കുരങ്ങ് ജീവിച്ചിരുന്നു. അവൻ ആ രാക്ഷസൻ്റെ സുഹൃത്തായിരുന്നു. ഇൻ ദ ഫോറസ്റ്റ് വനത്തിൽ ദ മങ്കി പേർച്ച്ഡ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദാറ്റ് ട്രീ. ദ മങ്കി ആ കുരങ്ങ് പേർച്ച് എന്നാൽ ചേക്കേറുക എന്നാണ് അർത്ഥം. പേർച്ച്ഡ് ചേക്കേറി. ഓൺ എ ബ്രാഞ്ച് ഓഫ് ദാറ്റ് ട്രീ ആ വൃക്ഷത്തിൻ്റെ ഒരു ശിഖിരത്തിൽ അതിൻ്റെ ഒരു കൊമ്പിൽ ആ കുരങ്ങ് ചേക്കേറി കുത്തിയിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. പേർച്ച്. ഹീ സോ ദ തീഫ് ഹാങ്ങിങ് ഫ്രം ദ ബനിയൻ ട്രീ ബ്രാഞ്ച്. ഹീ സോ അവൻ കണ്ടു, ആ കുരങ്ങ് കണ്ടു. ദ തീഫ് ഹാങ്ങിങ് ആ കള്ളൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് ഫ്രം ദ ബനിയൻ ട്രീ ബ്രാഞ്ച് ആ പേരാൽ വൃക്ഷത്തിൻ്റെ ശിഖിരത്തിൽ ആ കള്ളൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് ആ കുരങ്ങ് കണ്ടു. ദ മങ്കി മട്ടേഡ് ടു ഹിംസെൽഫ് ആ കുരങ്ങ് അവനോട് തന്നെ പറഞ്ഞു. മട്ട് എന്നാൽ പിറുപിറുക്കുക, താണ ശബ്ദത്തിൽ പറയുക എന്നൊക്കെയാണ് അർത്ഥം. ടു ഹിംസെൽഫ് എന്നാൽ അവനോട് തന്നെ. ആ കുരങ്ങ് അവനോട് തന്നെ പിറുപിറുത്തു. ദാറ്റ് തീഫ് ലുക്സ് ലൈക്ക് ജസ്റ്റ് ആൻ ഓർഡിനറി ഹ്യൂമൻ. ദാറ്റ് തീഫ് ലുക്സ് ലൈക്ക് ആ കള്ളൻ അതുപോലെയാണ്. എങ്ങനെ? ജസ്റ്റ് ആൻ ഓർഡിനറി ഹ്യൂമൻ. ഓർഡിനറി എന്നാൽ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെയാണ് ആ കള്ളൻ. ഹി ഈസ് നോട്ട് എ ജയൻ അറ്റ് ഓൾ അവൻ ഒരിക്കലും ഒരു രാക്ഷസനല്ല. ദ മങ്കി ക്വിക്ക്ലി സ്കാമ്പേർഡ് ഡൗൺ ദ ട്രീ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ജയൻസ് ഡെൻ. ദ മങ്കി ക്വിക്ക്ലി ആ കുരങ്ങ് പെട്ടെന്ന്. സ്കാമ്പ് എന്നാൽ അർത്ഥം വിരണ്ടോടുക എന്നാണ് അർത്ഥം. ദ മങ്കി കുരങ്ങ് ക്വിക്ക്ലി സ്കാമ്പേർഡ് പെട്ടെന്ന്
സ്കാമ്പേർഡ് ഡൗൺ പെട്ടെന്ന് വിരണ്ടോടി, അതല്ലെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ഓടി എന്നാണ് അർത്ഥം. ആൻഡ് റഷ് ടുവേർഡ്സ് ദ ജയൻസ് ഡെൻ. റഷ് ടുവേർഡ്സ്, റഷ് എന്നാൽ പെട്ടെന്ന്, റഷ് ടുവേർഡ്സ് പെട്ടെന്ന് തന്നെ, തിടുക്കത്തിൽ, ടുവേർഡ്സ് എന്നാൽ നേർക്ക് ലക്ഷ്യമാക്കി, ദ ജയൻസ് ഡെൻ, ഡെൻ എന്നാൽ ഗുഹ, ആ രാക്ഷസൻ്റെ ഗുഹ ലക്ഷ്യമാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ കുരങ്ങ് അങ്ങോട്ടേക്ക് ഓടി. ആ കുരങ്ങ് സ്കാമ്പേർഡ് ഡൗൺ പെട്ടെന്ന്, സ്കാമ്പേർഡ് ഡൗൺ ദ ട്രീ വൃക്ഷത്തിൽ നിന്നും താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി എന്നാണ് അർത്ഥം. എന്നിട്ട് അവൻ തിടുക്കത്തിൽ പെട്ടെന്ന് തന്നെ ആ രാക്ഷസൻ്റെ ഗുഹ ലക്ഷ്യമാക്കിയിട്ട് പാഞ്ഞു. ആഫ്റ്റർ എ ഫ്രാൻറ്റിക് റൺ. ഫ്രാൻറ്റിക് എന്നാൽ ഭയങ്കരമായ, ഭ്രാന്തചിത്തനായ, ഇതൊക്കെയാണ് അർത്ഥം. ഭയങ്കരമായ ഒരു ഓട്ടത്തിന് ശേഷം ഹി അറൈവ്ഡ് അറ്റ് ദ ജയൻസ് ഡെൻ. ഹി അറൈവ്ഡ് അവൻ എത്തി, ആ കുരങ്ങ് എത്തി, അറ്റ് ദ ജയൻസ് ഡെൻ ആ രാക്ഷസൻ്റെ ഗുഹയുടെ മുമ്പിൽ എത്തി. ദ മങ്കി സെഡ് കുരങ്ങ് പറഞ്ഞു, ജയൻ രാക്ഷസനെ വിളിക്കുകയാണ്. ലിസൺ അപ്പ്. ലിസൺ അപ്പ് എന്നാൽ കേൾക്കൂ എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ ശ്രദ്ധിക്കൂ. ദ ജയൻ ആസ്ക്ഡ് ആ രാക്ഷസൻ ചോദിച്ചു, വാട്ട്സ് ഗോയിങ് ഓൺ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പ്രശ്നം. വൈ ആർ യു ഇൻ ഹറി നീ എന്താണ് തിടുക്കത്തിൽ വന്നത്, നീ എന്താണ് ഇത്ര തിടുക്കത്തിൽ. ഹറി എന്നാൽ തിടുക്കം. ദ മങ്കി റിപ്ലൈഡ് കുരങ്ങ് മറുപടി പറഞ്ഞു, ദാറ്റ് തീഫ് ഈസ് നോട്ട് എ പവർഫുൾ ജയൻറ്റ് ആ കള്ളൻ ഒരു ശക്തനായ രാക്ഷസൻ അല്ല. ഹി ഈസ് ജസ്റ്റ് എ തീഫ് അദ്ദേഹം ഒരു കേവലം അദ്ദേഹം ഒരു കള്ളൻ മാത്രമാണ്. വൈ ആർ യു അഫ്രെയ്ഡ് ഓഫ് ഹിം നീ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നത്. ദ ജയൻ സെഡ് ആ രാക്ഷസൻ പറഞ്ഞു, റിയലി സത്യത്തിൽ ശരിക്കും യഥാർത്ഥമായിട്ടും ശരിയാണോ, അദ്ദേഹം കേവലം ഒരു കള്ളൻ മാത്രമാണോ. ആർ യു ഷുവർ നിനക്ക് തീർച്ചയുണ്ടോ, നിനക്ക് ഉറപ്പാണോ അദ്ദേഹം ഒരു കള്ളൻ മാത്രമാണ് എന്നുള്ളത് നിനക്ക് ഉറപ്പാണോ. ദ മങ്കി സെഡ് കുരങ്ങ് പറഞ്ഞു, അബ്സല്യൂട്ട്ലി തീർച്ചയായും. ഹി ഈസ് ജസ്റ്റ് എ തീഫ് അദ്ദേഹം കേവലം ഒരു കള്ളൻ മാത്രമാണ്. തീർച്ചയായും അദ്ദേഹം ഒരു കള്ളൻ മാത്രമാണ്. കുരങ്ങ് മറുപടി പറഞ്ഞു. നൗ തിങ്സ് ബിക്കെയിം ക്ലിയർ ടു ദ ജയൻറ്റ്. നൗ തിങ്സ് ഇപ്പോൾ കാര്യങ്ങൾ ബിക്കെയിം തീർന്നു, ക്ലിയർ ടു ദ ജയൻറ്റ് ഇപ്പോൾ കാര്യങ്ങൾ ആ രാക്ഷസന് വ്യക്തമായി തീർന്നു. ആൻഡ് ഹീ കെയിം ബാക്ക് ഇൻ ടു ദ ഫോറസ്റ്റ് ടു കിൽ ദ തീഫ്. ആൻഡ് ഹീ കെയിം ബാക്ക് അങ്ങനെ അദ്ദേഹം ആ രാക്ഷസൻ കെയിം ബാക്ക് തിരിച്ചു വന്നു, ഇൻ ടു ദ ഫോറസ്റ്റ് വനത്തിലേക്ക്, ടു കിൽ ദ തീഫ് ആ കള്ളനെ കൊല്ലാൻ വേണ്ടി ആ രാക്ഷസൻ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. മീൻ വൈൽ അതേസമയം ദ മങ്കി റിട്ടേൺ ടു ദ ബേനിയൻ ട്രീ ആൻഡ് സാറ്റ് ഓൺ എ ബ്രാഞ്ച്. അതേസമയം ദ മങ്കി കുരങ്ങ് റിട്ടേൺഡ് തിരിച്ചു വന്നു, ടു ദ ബെന്യൻ ട്രീ ആ പേരാൽ വൃക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആൻഡ് സാറ്റ് ഓൺ എ ബ്രാഞ്ച് എന്നിട്ട് സാറ്റ് എന്നാൽ ഇരുന്നു, ഓൺ എ ബ്രാഞ്ച് ഒരു ശിഖരത്തിൽ ഇരുന്നു. ജസ്റ്റ് ദെൻ വൈകാതെ ദ തീഫ് കള്ളൻ, ഹൂ വാസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ആ ശിഖരത്തിൽ ഇരിക്കുകയായിരുന്ന ആ കള്ളൻ, ഹി സോ ദാറ്റ് അദ്ദേഹം അത് കണ്ടു, ദ മങ്കീസ് ടെയിൽ എന്നാൽ വാല്, ആ കുരങ്ങിൻ്റെ വാല്, വാസ് ഡാംഗ്ലിംഗ് ക്വയറ്റ് ക്ലോസ് ടു ഹിസ് ഫേസ്. ഡാങ്കിൾ എന്നാൽ അർത്ഥം ആട്ടുക, തൂങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ആ കുരങ്ങിൻ്റെ കള്ളൻ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് തൂങ്ങി ആടുന്നതായിട്ട് ആ കള്ളൻ കണ്ടു. ആ കള്ളൻ ആ മരത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുകയായിരുന്നു. ഹി ബിറ്റ് ഇറ്റ് ഹാർഡ്. ബൈറ്റ് എന്നതിൻ്റെ പാസ്റ്റാണ് ബിറ്റ്, കടിച്ചു. ഹി ബിറ്റ് അദ്ദേഹം കടിച്ചു, ഇറ്റ് അത് ആ വാല്, ഹാർഡ് എന്ന ശക്തിയിൽ, വളരെ ശക്തിയിൽ ആ കള്ളൻ ആ കുരങ്ങിൻ്റെ വാൽ കടിച്ചു. ആൻഡ് ദ മങ്കി സ്ക്രീംഡ് ഔട്ട് ഇൻ പെയിൻ. ആൻഡ് ദ മങ്കി കുരങ്ങ് സ്ക്രീംഡ് ഔട്ട് എന്നാൽ നിലവിളിച്ചു, അലറിക്കരഞ്ഞു, ഇൻ പെയിൻ വേദനയാൽ, വേദന കൊണ്ട് കുരങ്ങ് അലറി വിളിച്ചു. This again convinced the giant that the thief was not an ordinary human. This again ഇത് വീണ്ടും
കൺവിൻസ് എന്നാൽ വിശ്വസിപ്പിക്കുക. ഈ സംഭവം വീണ്ടും ആ രാക്ഷസനെ വിശ്വസിപ്പിച്ചു ദാറ്റ് ദ തീഫ് വാസ് നോട്ട് എൻ ഓർഡിനറി ഹ്യൂമൻ. ഈ കള്ളൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഈ സംഭവം വീണ്ടും ആ രാക്ഷസനെ വിശ്വസിപ്പിച്ചു. അദ്ദേഹം ആ കുരങ്ങിൻ്റെ വാൽ കടിച്ച സമയത്ത് ആ കുരങ്ങ് അലറിക്കരഞ്ഞു. ഈ സംഭവം ആ രാക്ഷസനെ വീണ്ടും ഒരു സാധാരണ മനുഷ്യൻ അല്ല ആ കള്ളൻ എന്നുള്ളത് വിശ്വസിപ്പിച്ചു. ബട്ട് എ വെരി പവർഫുൾ ജയൻറ്റ് ഹൂ വുഡ് കിൽ ഹിം. അവൻ ഒരു കള്ളനല്ല, പക്ഷേ അവൻ ഒരു ശക്തനായ ഒരു രാക്ഷസനാണ്. ഹൂ ആ രാക്ഷസൻ, വുഡ് കിൽ ഹിം അവനെ കൊന്നേക്കുമെന്ന് ഈ രാക്ഷസൻ ഭയപ്പെട്ടു. സോ അങ്ങനെ ഹി റാൻ അവേ ഫ്രം ദ ഫോറസ്റ്റ് ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അങ്ങനെ ഈ രാക്ഷസൻ റാൻ അവേ ഓടി രക്ഷപ്പെട്ടു ഫ്രം ദ ഫോറസ്റ്റ് ആ വനത്തിൽ നിന്നും ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ് അവന് സാധിക്കുന്ന അത്രയും വേഗത്തിൽ എന്നാണ് അർത്ഥം. ഈ രാക്ഷസൻ അവന് കഴിയുന്ന അത്രയും വേഗത്തിൽ ആ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. മോറൽ ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം, ഡോണ്ട് ബി ഫൂൾഡ് ബൈ അപ്പിയറൻസസ്. അപ്പിയറൻസസ് എന്നാൽ ബാഹ്യരൂപങ്ങൾ കണ്ടുകൊണ്ട് വിഡ്ഢിയാകരുത്, അതിനാൽ വിഡ്ഢിയാകപ്പെടരുത്. സംടൈംസ് വാട്ട് സീംസ് ഫ്രൈറ്റനിങ് ഈസ് ആക്ച്വലി നോട്ട് ഡേഞ്ചറസ്. സംടൈംസ് ചില സമയങ്ങളിൽ, വാട്ട് സീംസ് ഫ്രൈറ്റനിങ് ഭയപ്പെടുത്തുന്നതായിട്ട് കാണപ്പെടുന്നത് ഈസ് ആക്ച്വലി നോട്ട് ഡേഞ്ചറസ്. ആ കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് അപകടകാരിയായിരിക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നത് ആ കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ അപകടം വരുത്തുന്നത് ആയിരിക്കില്ല. പുറത്ത് കാണുന്നത് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ വിഡ്ഢിയാകരുത്. അതാണ് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ള പാഠം.